ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ H1 ടാഗ് എന്താണ്, അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇന്ന് H2 ടാഗ് എന്താണ്, അതുപോലെ തന്നെ H3 ടാഗ് എന്താണ്. ഓൾറെഡി നമ്മൾ ഹെഡർ ടാഗ്സിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചിട്ടില്ല. ഓക്കെ, നമുക്കതെന്താണ്, അതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുമ്പ് എന്തിനാണ് അത് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, H1 ടാഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കീവേഡ് കറക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കോപ്പിറൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ H1 ടാഗ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. സോ നമ്മൾ അതുപോലെ തന്നെ H1 ടാഗിനോട് റെലവൻ്റ് ആയിട്ടുള്ള കോപ്പി റൈറ്റ്സ് എന്ന് വെച്ചാൽ, ഇപ്പോൾ വൺസ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ഇൻ കാലിക്കറ്റ് അതിൻ്റെ കീവേഡാണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കാലിക്കറ്റ് എന്നുള്ളതിൻ്റെ ഒരു കീവേഡാണ്, അത് ഞാൻ എൻ്റെ പ്രൈമറി കീവേഡായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനോട് റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് കീവേഡ്സ് സെക്കൻഡറി കീവേഡ്സ് വരെ ഞാൻ എടുക്കും. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമി ഇൻ കാലിക്കറ്റ്, അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കാലിക്കറ്റ്, ഇതെല്ലാം അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡാണ്. അപ്പോൾ ഞാൻ ഈ റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ് ഈ H2 ടാഗിലും അതുപോലെ തന്നെ H3 ടാഗിലും ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതെന്തിനാന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗൂഗിളിൻ്റെ ക്രോളേഴ്സ് ഫസ്റ്റ് H1 ടാഗ് ക്രോൾ ചെയ്യും, ദെൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ക്രോൾ ചെയ്യും, പിന്നെ H2 ടാഗിൻ്റെ ഡിസ്ക്രിപ്ഷൻസും, ദെൻ വീണ്ടും H2 ടാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ H2 ടാഗും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും, പിന്നെ H3 ടാഗും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും, ആ ഒരു ലെവലിലായിരിക്കും സ്ക്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ആ ഒരു സ്ട്രക്ചർ എന്ന് വെച്ചാൽ ആദ്യം H1 ടാഗ്, ദെൻ ഡിസ്ക്രിപ്ഷൻ, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇമേജോ കാര്യങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ H2 ടാഗിലും നമ്മുടെ പ്രൈമറി കീവേഡിനോട് റെലവൻ്റ് ആയിട്ടുള്ള ഒരു കീവേഡ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കാലിക്കറ്റ് എന്നുള്ളത് എൻ്റെ ഒരു പ്രൈമറി കീവേഡായിട്ട് ഞാൻ കൊടുത്തു. ദെൻ എൻ്റെ H2 ടാഗിൽ ഞാൻ എന്തായിരിക്കും കൊടുക്കുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കാലിക്കറ്റ് എന്നുള്ള കീവേഡ് കൊടുക്കും. അതുമല്ല എന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമി ഇൻ കാലിക്കറ്റ് ആ ഒരു കീവേഡ് ഞാൻ കൊടുക്കും, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കൂൾസ് ഇൻ കാലിക്കറ്റ് ആ ഒരു കീവേഡ് ഞാൻ കൊടുക്കും. അങ്ങനെ ഞാൻ എൻ്റെ പ്രൈമറി കീവേഡിനോട് റെലവൻ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ നമ്മളെ ഇൻഡസ്ട്രി ചേഞ്ച് ആവാതെ, അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റിംഗ് പേജ് ചേഞ്ച് ആവാതെ, ഞാൻ എൻ്റെ പ്രൈമറി കീവേഡിനോട് റെലവൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് ഞാൻ H2ലും അതുപോലെ തന്നെ H3 ടാഗിലും ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ആ ഓരോ കീവേഡിലും അല്ലെങ്കിൽ ആ ഓരോ H2ലും അതുപോലെ തന്നെ H3ലും നമ്മൾ കൊടുക്കുന്ന ഹെഡിങ്ങിനോട് റെലവൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് ഡിസ്ക്രിപ്ഷൻസ് അത് നമ്മൾ ആഡ് ചെയ്യും. അതിൽ നമ്മുടെ ഈ ഒരു മെയിൻ കീവേഡും അതുപോലെ തന്നെ നമ്മുടെ ഈ സെക്കൻഡറി കീവേഡും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു വേർഡ് കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു പേജിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണോ അതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു വേർഡ് കൗണ്ട് ചെയ്യാം. അധികം അത്ര വലിയൊരു വേർഡ് കൗണ്ട് നമ്മൾ അതിലോട്ട് പോകില്ല, എന്ന് വെച്ചാൽ ഒരു 500+ വേർഡ് കൗണ്ട് ആ ഒരു ലെവലിലോട്ടും നമ്മൾ H2 ടാഗിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് പോകില്ല, കാരണം നമ്മുടെ യൂസർ ഫ്രണ്ട്ലി നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് സോ നമുക്ക് എങ്ങനെയാണ് H2 ടാഗ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കി നോക്കാം. ഒരു 1-2 കമ്പനിയുടെ ഒരു എക്സാമ്പിൾസ് എടുത്ത് നോക്കി നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, നമ്മുടെ അക്കാഡമിയുടെ വെബ്സൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ H1 ടാഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കാലിക്കറ്റ് എന്നുള്ള എൻ്റെ ഒരു H1 ടാഗ് ഞാൻ ഈ ഒരു ഫ്രണ്ട് പേജിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു H1 ടാഗ്. ദെൻ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എങ്ങനെയാണ് H2 ടാഗ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് നോക്കാം. നമ്മളിപ്പോൾ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഗെറ്റ് സ്റ്റാർട്ട് വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കാലിക്കറ്റ്. ഇവിടെ ഞാൻ എൻ്റെ H1 ടാഗ് തന്നെയാണ് H2 ടാഗ്. ഇവിടെ ഞാൻ എൻ്റെ പ്രൈമറി കീവേഡ് തന്നെയാണ് H2 ടാഗിൽ കൊടുത്തിട്ടുള്ളത്. ഇത് H2 ടാഗാണ്. നമുക്കങ്ങനെ നമ്മുടെ പ്രൈമറി കീവേഡും വേണം അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് താഴോട്ട് വരുമ്പോൾ കാണാൻ പറ്റും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് സിലബസ്. ഇതൊരു LSI കീവേഡാണ്. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് സിലബസ് എന്ന് പറയുമ്പോൾ LSI കീവേഡാണ്. LSI കീവേഡ്സ് എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ അതിൻ്റെ കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിലൊക്കെ പറയാം. നമ്മൾ ഇനിയും താഴോട്ട് സ്ക്രോൾ ആയിട്ട് പോകുമ്പോൾ കാണാൻ പറ്റും ഗൂഗിൾ റിവ്യൂസ്, അതുപോലെ തന്നെ അവർ മെൻറ്റേഴ്സ്. ഇതൊന്നും H2 ടാഗ് അല്ല, ഇതെല്ലാം H5 അല്ലെങ്കിൽ H6 ഒക്കെയാണ്. ആ ഒരു ടൈപ്പിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള കീവേഡ് മാത്രമേ ഉള്ളൂ നമ്മൾ H2 ടാഗിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഓക്കെ, താഴോട്ട് കാണാൻ പറ്റും വൈ അവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതും ഒരു H2 ടാഗാണ്. ഇതൊരു LSI കീവേഡാണ്, നമ്മുടെ കീവേഡാണ്, പക്ഷേ നമ്മുടെ ലൊക്കേഷൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ താഴോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമി. ഓക്കെ, ഇതും ഒരു LSI കീവേഡാണ്, നമ്മുടെ കീവേഡിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള കീവേഡാണ്. നമ്മുടെ H1 ടാഗിന് സപ്പോർട്ടീവായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കീവേഡാണ് ഇതെല്ലാം. നമ്മളതിൽ ലൊക്കേഷൻ മെൻഷൻ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ദെൻ നമുക്ക് പിന്നെ നമുക്ക് താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഓഫറിംഗ് യു മോസ്റ്റ് പ്രാക്ടിക്കൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കാലിക്കറ്റ്. വീണ്ടും ഞാനിവിടെ H2 ടാഗിൽ ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കാലിക്കറ്റ് എന്നുള്ള ഈ ഒരു കീവേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെയും അതുപോലെ തന്നെ ഹെഡിങ്ങിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കാലിക്കറ്റ് അങ്ങനെ ഒരു ഹെഡിങ് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും താഴെ ഡിസ്ക്രിപ്ഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റ് അധികം വലിയൊരു എന്താ പറയുക അത്രക്ക് ഈ കീവേഡ് സ്റ്റഫിങ് പോലെ തോന്നുകയില്ല. പക്ഷെ നമ്മൾ കറക്റ്റ് ആ ഒരു കീവേഡ്
നമ്മുടെ H2 ടാഗിൽ നല്ലൊരു കോപ്പിറൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുള്ള ഹെഡിങ് എന്താ, ഓഫറിങ് യു ദ മോസ്റ്റ് പ്രാക്ടിക്കൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കാലിക്കറ്റ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് ടോട്ടൽ ഹെഡിങ്. പക്ഷേ ഇതിൽ എൻ്റെ കീവേഡ് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു സെക്കൻഡറി കീവേഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കാലിക്കറ്റ് എന്ന്. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കാലിക്കറ്റ് എന്ന് മാത്രമാവില്ല ആൾക്കാർ അടിക്കുന്നുണ്ടാവും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കാലിക്കറ്റ് എന്ന് അടിക്കുന്നുണ്ടാവും. അതല്ല എന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമി ഇൻ കാലിക്കറ്റ് എന്ന് അടിക്കുന്നവരുണ്ടാവും. സോ നമ്മൾ കീവേഡ് റിസർച്ച് നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ അടിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന് കാലിക്കറ്റ് എന്നുള്ള ആ ഒരു കീവേഡാണ്. പക്ഷേ ഈ കീവേഡിലും ആൾക്കാർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ട് ഈ കീവേഡ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ എൻ്റെ H2 ടാഗായിട്ട് ഈ 2 കീവേഡ്സ് ഞാൻ ആഡ് ചെയ്തു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കാലിക്കറ്റ് എന്നുള്ള കീവേഡ് ആഡ് ചെയ്തു, അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമി ഇൻ കാലിക്കറ്റ് എന്നുള്ള കീവേഡ് ആഡ് ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ താഴെ അതിന് കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻസിലെല്ലാം ഞാൻ എൻ്റെ ആ ഒരു സെക്കൻഡറി കീവേഡും അതുപോലെ തന്നെ പ്രൈമറി കീവേഡ് എല്ലാം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കതുപോലെ തന്നെ H3യിൽ നമുക്ക് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ താഴോട്ട് വരുവാണെങ്കിൽ ഞാൻ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമി ഇൻ കാലിക്കറ്റ് എന്നുള്ളത് എൻ്റെ ഒരു H3 ടാഗായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വീണ്ടും നമുക്ക് താഴോട്ട് വരുമ്പോൾ ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കാലിക്കറ്റ് എന്ന് വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. അതും H3 ടാഗായിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് H1 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പിന്നെ H2 ആണ്. H2 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം നമുക്ക് വെബ്സൈറ്റിൽ യൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ കണ്ടൻറ് സ്ട്രക്ചർ പോലെ ഇരിക്കും. ഒരുപാട് കണ്ടൻറ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, കണ്ടൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് H2 ടാഗും അതുപോലെ കൂടുതൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പക്ഷേ അതല്ല, കുറച്ച് കണ്ടൻറ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് H2 ടാഗ് ഒരു 2 അല്ലെങ്കിൽ 3 H2 ടാഗ് മാത്രം ചെയ്ത് കൊടുക്കുക, ബാക്കി H3 ടാഗ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ H4 H5 അങ്ങനെ ഓരോ ടാഗും കൊടുക്കുക. അതിന് അത്രയ്ക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ഇല്ല. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ടാഗ് എന്ന് പറയുന്നത് H1 ടാഗാണ്. ദെൻ അത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ H2 ടാഗാണ്. H1 ടാഗ് ഒരു പേജിൽ ഒന്നേ പറ്റുള്ളൂ. പക്ഷേ H2 ടാഗ് നമുക്ക് H1 ടാഗ് ഒരു പേജിൽ ഒന്നേ പറ്റുള്ളൂ. പക്ഷേ H2 ടാഗ് നമുക്ക് 2 3 അല്ലെങ്കിൽ 4 ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിലും കൂടുതൽ യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ലത് ഒരു 2 3 H2 ടാഗ് യൂസ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള ടാഗ് H3യിലും അതുപോലെ തന്നെ H4ലും കൊടുക്കുന്നതാണ്. സോ നിങ്ങളിപ്പോൾ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ലാൻഡിംഗ് പേജ്, ടാർഗറ്റിംഗ് പേജ് ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമാറ്റിൽ പോകുന്നതായിരിക്കും ബെറ്റർ. കാരണം ഗൂഗിളിൻ്റെ ക്രോളേഴ്സിന് പെട്ടെന്ന് തന്നെ നമ്മുടെ വെബ്സൈറ്റിനെ കുറിച്ചൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്യുന്നതിലൂടെ ഗൂഗിളിൻ്റെ ബോർഡ്സിന് പെട്ടെന്ന് തന്നെ നമ്മുടെ വെബ്സൈറ്റിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് മെയിനായിട്ട് പറഞ്ഞത് H2 ടാഗ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. അതുപോലെ തന്നെ H3 ടാഗ്, അതിനോട് സപ്പോർട്ടീവ് ആയിട്ടുള്ള കീവേഡ് ഒരു 3-4 സപ്പോർട്ടീവ് ആയിട്ടുള്ള കീവേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് H3 ടാഗിലും നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് LSI കീവേഡ്സ്, അതുപോലെ തന്നെ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം.